നമസ്കാരം. പ്രധാന വാർത്തകൾ. ചളിയങ്കോട്ടെ മണ്ണിടിച്ചിൽ തടയുന്നതിന് നടപടി സ്വീകരിക്കാൻ KSTP അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. തലശ്ശേരിയിലേത് അംഗീകരിക്കാനാവാത്ത സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ നടപടിക്കെതിരെ ജനമനസാക്ഷി ഉണരണമെന്നും ചെന്നിത്തല. ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇനി ലൈബ്രറിയും. ലൈബ്രറി മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുട്ടത്തൊടി സഹകരണ ബാങ്ക് തട്ടിപ്പ്. പ്രതികളെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ജലസുരക്ഷയെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത്. നാട്ടുതനിമയെ തിരിച്ചറിഞ്ഞ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് കാളിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചളിയങ്കോട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ മന്ത്രി E. ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. പ്രശ്നപരിഹാരത്തിന് പറ്റാവുന്നതൊക്കെ ചെയ്യുമെന്ന് E. ചന്ദ്രശേഖരൻ. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ച ചന്ദ്രഗിരി റോഡിൽ ബുധനാഴ്ചയാണ് മണ്ണിടിഞ്ഞത്. പാർശ്വഭിത്തി പൂർണ്ണമായും കെട്ടാത്തതിനാൽ കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ വീടുകൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. ഈ പ്രദേശങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് മന്ത്രി E. ചന്ദ്രശേഖരൻ സന്ദർശിച്ചത്. KSTP റോഡ് നിർമ്മാണത്തിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ബാധ്യത അവർക്കുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിക്കും. KSTPയുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവം വലിയ ഗൗരവമുള്ളതാണ്. ഇതിനെ ഒരു യഥാർത്ഥത്തിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ KSTP നടത്തുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. KSTP റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ ജീവനിൻ്റെ സുരക്ഷിതത്വം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുള്ളതാണ്. കേവലം ഒരു റോഡിൻ്റെ നിർമ്മാണത്തിൽ മാത്രം അവസാനിക്കുന്നതല്ലാതെ. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം എന്തായാലും മനുഷ്യൻ്റെ ജീവൻ അപകടം വന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതേസമയം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും KSTPയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കും. ഗവൺമെൻറ് തലത്തിൽ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ആലോചിച്ച് തീരുമാനിക്കും. ജില്ലാ കളക്ടർ E. ദേവദാസൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവരും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ 2 ദളിത് സ്ത്രീകളെ ജയിലിലടച്ചത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അനുമോദന യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ്. തലശ്ശേരിയിൽ ഉണ്ടായ സംഭവം വളരെ ഗൗരവമാണ്. യാതൊരു കാരണവുമില്ലാതെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 യുവതികളെ നോൺ ബെയിലബിൾ വകുപ്പനുസരിച്ച് കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഇവർക്ക് നേരെ നിരന്തരമായ ശകാരവർഷങ്ങളും നിരന്തരമായ അക്രമങ്ങളും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് ഒരു 2 ദളിത് പെൺകുട്ടികൾ 2 സ്ത്രീകൾക്ക് നേരെ ഇത്രയും വലിയ ഒരു കേസെടുത്ത് ജയിലിൽ അടപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടികൾ, പോലീസ് കാണിക്കുന്ന തെറ്റായ നടപടികൾക്കെതിരായി ജനങ്ങളുടെ മനസാക്ഷി ഉണരണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലിഫ്റ്റിനകത്ത് അരമണിക്കൂറോളം കുടുങ്ങി. ജില്ലാ ബാങ്ക് ഹാളിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് സംഭവം. പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ 3ാമത്തെ നിലയിൽ നിന്നും താഴത്തേക്കിറങ്ങാനാണ് ചെന്നിത്തല ലിഫ്റ്റിൽ കയറിയത്. കൂടെ DCC പ്രസിഡന്റ് CK ശ്രീധരൻ അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. കയറിയ ഉടനെ തന്നെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി. അരമണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങിയ ചെന്നിത്തലയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തിറക്കിയത്. Remain
അമിതഭാരമാണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമാകാൻ കാരണം. ജില്ലാ കോടതി സമുച്ചയത്തിൽ സ്ഥാപിച്ച ഈ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. ബാർ അസോസിയേഷൻ കേരള ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് ട്രസ്റ്റി കമ്മിറ്റി ധനസഹായത്തോടെയാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത്. കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും ചട്ടങ്ങളും, ലോ റിപ്പോർട്ടുകൾ, ലോ ജേർണലുകൾ എന്നിവ ഇനി മുതൽ ഇവിടെ ലഭ്യമാകും. ലൈബ്രറിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് പഠിച്ചു വളർന്ന് ഇതൊക്കെ വക്കീലന്മാരായി വരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു അനുകൂലമായ ഘടകത്തെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലുള്ള 10,000-കണക്കിന് രൂപ കൊടുത്ത് വിവിധങ്ങളായ നിയമപുസ്തകങ്ങൾ അപ്പോൾ വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥ ഈ ലൈബ്രറി അത് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം വ്യാപകമാക്കുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അതിന് വേണ്ടി വരുന്ന ചിലവുകൾ മാത്രം വഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാനൊക്കെ വേണ്ടി വരുന്ന അത്യാവശ്യ ചിലവ് മാത്രമേ വേണ്ടി വരൂ. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മഹാലിംഗ ഭട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജഡ്ജി മനോഹർ കിനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് ജോർജ് ജോൺ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് ഇവരെ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയത്. മുക്കുപണ്ടം പണയപ്പെടുത്തിയ ചെങ്കള സിറ്റിസൺ നഗറിലെ കെ എ അഹമ്മദ് മജീദ്, ബാങ്കിലെ അപ്രീസർ നീലേശ്വരം പള്ളിക്കരയിലെ ടി വി സത്യപാലൻ, ഭീമനടിയിലെ ജയരാജൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മുക്കുപണ്ട തട്ടിപ്പ് കേസിൽ ആദ്യം അറസ്റ്റിലായവരാണ് ഇവർ. തട്ടിപ്പിന്റെ സൂത്രധാരന്മാരായ സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർ അമ്പലത്തറ കോട്ടപ്പാറയിലെ TR സന്തോഷ്, അപ്രൈസർ സതീശൻ, കുണ്ടാറിലെ ഹാരിസ് എന്നിവർ റിമാൻഡിലാണ്. ഇവരെ വിട്ടുകിട്ടാൻ താമസിയാതെ പോലീസ് അപേക്ഷ നൽകും. 4 കോടിയിൽ പരം രൂപയാണ് ഇവർ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത്. വിദ്യാനഗർ CI KV പ്രമോദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജലസുരക്ഷ ജനപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് DPC ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രാദേശിക വികസനാസൂത്രണത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്നതിനു വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് ജലസുരക്ഷ ജനപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ജലസുരക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വളരുന്ന തലമുറയിൽ വളരെ ശക്തമായി സന്നിവേശിപ്പിക്കാൻ, അവരിൽ അതങ്ങനെ ഒരു ബോധമണ്ഡലത്തിൽ എത്തിക്കാൻ ആവശ്യമായ വലിയ പ്രചരണങ്ങൾ തന്നെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുരുപയോഗം എങ്ങനെയൊക്കെയാണ് വെള്ളം കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ വിഷയം നല്ലതുപോലെ ഒരു ജലം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് കുട്ടികളിൽ വളരുന്നവരിൽ പോലും നല്ല ധാരണയുണ്ടാക്കാൻ, അവബോധമുണ്ടാക്കാനുള്ള ഒരു വലിയ സഹായമായിരിക്കും ഇത്തരം ചർച്ചാ ക്ലാസുകൾ, ശില്പശാലകൾ. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, ശാസ്ത്രീയമായി എത്തുന്ന നിഗമനങ്ങൾ, അതിന് വ്യാപകമായി നമ്മുടെ പുതിയ തലമുറയിൽ കുട്ടികളിൽ അത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാവുക അതൊരു വലിയ സഹായമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഇ ദേവദാസൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, CPCRI ഡയറക്ടർ ഡോക്ടർ P ചൗഡപ്പ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് AP ഉഷ, ഫരീദ സക്കീർ അഹമ്മദ്, സുഹൈജ ടീച്ചർ, ഡോക്ടർ VPP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുതനിമയെ തിരിച്ചറിഞ്ഞ് ചക്ക മഹോത്സവം. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളാണ് ചക്ക മഹോത്സവത്തിന്റെ സംഘാടകരായത്. ചക്ക വെറും ചക്കയില്ലെന്ന് തെളിയിക്കുകയാണ് കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ. ചക്കയുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനായി കുട്ടികൾ തയ്യാറാക്കിയത് 50ഓളം വിഭവങ്ങൾ. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെയും ഇക്കോ ക്ലബ് യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ചക്ക മഹോത്സവം ഒരുക്കിയത്. ചക്കക്കുരു പായസം, ചക്ക ഹലുവ, ചക്ക ജ്യൂസ്, ചക്ക ലഡു, ചക്ക കട്ട്ലറ്റ്, ചക്ക ബജി, ചക്കമൂട എന്നിങ്ങനെ 50ഓളം രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയാണ് കുട്ടികൾ മാതൃക തീർത്തത്. ഇതിൽ 25 ചക്ക വിഭവങ്ങൾ തയ്യാറാക്കി വന്ന അബിൻ ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റി.
ഗ്രാമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചക്കകളുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനുള്ള ലക്ഷ്യവുമായാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. സ്കൂളിലെ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ ഉണ്ടാക്കിയ രുചിയൂറും വിഭവങ്ങളുമായാണ് ചക്ക മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. മാഞ്ഞുപോകുന്ന നാടിന്റെ തനിമയെ തിരിച്ചുപിടിക്കാനുള്ള കുരുന്നുകളുടെ പരിശ്രമത്തിന് പിന്തുണയേകാൻ നാട്ടുകാരും എത്തിയിരുന്നു. ഔഷധങ്ങളുടെ കലവറയായ ചക്കയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ചക്ക മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വാർഡ് മെമ്പർ മുസ്തഫ തായന്നൂർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ എം ഭാസ്കരൻ, PTA പ്രസിഡന്റ് C രാജൻ, PV ശശിധരൻ, P രവി, മോഹനൻ, VK ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. P സരോജിനി, M ശശിലേഖ തുടങ്ങിയവർ ചക്ക മഹോത്സവത്തിന് നേതൃത്വം നൽകി. ചക്കയുടെ രുചിയറിഞ്ഞാണ് പ്രദർശനത്തിനെത്തിയവർ മടങ്ങിയത്. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആൾതാമസമുള്ള വീട്ടിന് മുകളിൽ തെങ്ങ് പൊട്ടി വീണു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത്. ശനിയാഴ്ച രാവിലെയാണ് കുഞ്ചത്തൂർ ആർവാറിൽ തെങ്ങ് പൊട്ടി വീണ് വീട് തകർന്നത്. പരേതനായ കുഞ്ഞഹമ്മദിന്റെ വീടാണിത്. ഇവിടെ അദ്ദേഹത്തിന്റെ മകളായ നബീസ, ഭർത്താവ് അബ്ദുൾ റഹ്മാൻ ബാവ, മക്കളായ ഗഫൂർ, അബ്ദുൽ ലത്തീഫ് എന്നിവരുണ്ടായിരുന്നു. എന്നാൽ ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറച്ചു നാളുകൾക്ക് മുമ്പ് പുതുക്കി പണിതതാണ് ഈ വീട്. ഏകദേശം 25,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശനിയാഴ്ച പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി നാശനഷ്ടമാണ് ഉണ്ടായത്. ASTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി E ചന്ദ്രശേഖരനും എണ്ണേ നെല്ലിക്കുന്ന് MLAക്കും സ്വീകരണം നൽകി. ശനിയാഴ്ച രാവിലെയായിരുന്നു സ്വീകരണ പരിപാടി. ശനിയാഴ്ച രാവിലെ സെഞ്ചുറി ഹാളിലായിരുന്നു പരിപാടി. സ്വീകരണ പരിപാടി മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്നതിനേക്കാളേറെ ആ തൊഴിലിന്റെ ഒരു മാന്യത നിലനിർത്തുക, അതിനെ ഒന്ന് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, സ്വയം സമർപ്പിതരായി ഈ രംഗത്തേക്ക് കടന്നു വന്നവർക്ക് അതിനുള്ളൊരു അംഗീകാരം നൽകുക എന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഗവൺമെന്റ് ഒരു പൊതു സമീപനം, പൊതുവിദ്യാഭ്യാസ രംഗത്തിന് സംരക്ഷണം നൽകുക, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ടാകും. അപ്പൊ അത് വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ രീതിയിലൊക്കെയാണ് നിങ്ങൾ അതിനെ പരിഗണിക്കേണ്ടത്. ASTA ജില്ലാ പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ASTA സംസ്ഥാന പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എണ്ണേ നെല്ലിക്കുന്ന് MLA, ജില്ലാ സെക്രട്ടറി EM ഷാൻഡി, C വിജയൻ, റെജി മൈക്കിൾ, ജോർജ്, സിന്ധു കുമ്പള തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിയടുക്ക ബദറിയ മജ്ലിസ് ജൂൺ 22 ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ആയിരങ്ങൾ സംഗമിക്കുന്ന ആത്മീയ സമ്മേളനവും നടക്കും. ജൂൺ 22 രാവിലെ 9 മണിക്ക് മാലിക് ദിനാർ മഖാം സിയാറത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ ജമാഅത്തെ പ്രസിഡന്റ് KM മൊയ്തു പതാക ഉയർത്തും. തുടർന്ന് കുടുംബ ക്ലാസും ജുഹറ നിസ്കാരത്തിനു ശേഷം ബദർമാല ആലാപനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൗലിദ് സദസ്സിന് സമസ്ത വൈസ് പ്രസിഡന്റ് താളശ്ശേരി ആലിക്കുഞ്ഞി ഉസ്താദ് നേതൃത്വം നൽകും. വൈകിട്ട് 5 മണിക്ക് അനുസ്മരണ സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചൗക്കിയിലെ പെരിയടുക്ക എന്ന പ്രദേശത്ത് ഇബ്നു അബ്ബാസ് ജുമാ മസ്ജിദിൻ്റെ പരിസരത്തായി മാസത്തിൽ ഇസ്ലാമിലെ അനശ്വര പ്രതിഭകളായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള സംഗമം നടക്കുകയാണ്. ഈ സംഗമത്തിന് നേതൃത്വം നൽകുന്നത് ആത്മീയ രംഗത്തെ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഹദ്ദാദ് തങ്ങൾ അവറുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ഫക്രുദ്ദീൻ അൽ ഹദാദ് തങ്ങൾ, സുലൈമാൻ സഖാഫി ദേശാകുളം, അബ്ദുൾ റസാഖ് സഖാഫി കോട്ടക്കുന്ന്, അബ്ദുൾ റസാഖ്, റോസി റൊമാനി, മുസ്തഫ ഹനീഫി ചൗക്കി തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാക്കേണ്ടുന്ന 400 കോടി രൂപ ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും പരാതി നൽകിയതായി ഇന്ത്യ ട്രേഡ് സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരെയും പരമ്പരാഗത തൊഴിലാളികളെയും സംരക്ഷിക്കുകയാണ് ട്രേഡ് സെന്ററിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ. ഇന്ത്യയിലെ ഓരോ ഗ്രാമവും അവർക്കാവശ്യമായ സാധനങ്ങൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടുക എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യവുമായി രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ ട്രേഡ് സെന്റർ.
കാർഷിക വിളകൾക്ക് പരമാവധി വില നൽകി ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും വാങ്ങിക്കുമെന്നും പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് വരുമാനമാർഗം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ട്രേഡ് സെന്റർ അറിയിച്ചുവെങ്കിലും അതൊന്നും ചെയ്തില്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ MS പ്രസാദ ഭട്ട്, KC കൃഷ്ണൻ, കേശവൻ, വിജയൻ എന്നിവർ പങ്കെടുത്തു. LPSA UPSA റാങ്ക് ഹോൾഡേഴ്സിന്റെ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിയമനം നടത്തണമെന്ന LPSA UPSA റാങ്ക് ഹോൾഡേഴ്സിന്റെ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV ഗംഗാധരൻ അധ്യക്ഷനായി. KV രാജേഷ്, T. വിഷ്ണു നമ്പൂതിരി, M. ബാലൻ, A. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഠിച്ചിറങ്ങിയ വിദ്യാലയത്തെ മറക്കാതെ പൂർവ്വ വിദ്യാർത്ഥികൾ. കാൽ നൂറ്റാണ്ടിന് ശേഷം കൈനിറയെ സമ്മാനങ്ങളുമായാണ് ബല്ല ഈസ്റ്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയത്. SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയുമാണ് അനുമോദിച്ചത്. സ്കൂളിലെ 1990-91 വർഷത്തെ SLC ബാച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ലത അധ്യക്ഷയായി. വിജയൻ നമ്പ്യാർ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർമാരായ സവിത, അജയ് കുമാർ നെല്ലിക്കാട്ട്, രതീഷ്, വിജയ മുകുന്ദ്, ബാലകൃഷ്ണൻ, അസീസ് തവക്കൽ, PTA വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ, മുൻ വാർഡ് കൗൺസിലർ ശ്യാമള, BBK ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് 100% വിജയം കൈവരിച്ച സ്കൂളിനുള്ള പ്രത്യേക ഉപഹാരവും പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് നൽകി. 1990-91 ബാച്ചിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളുടെ ക്ലാസ് മുറികൾക്ക് ഏറെ ആകർഷണീയമായ രീതിയിലുള്ള ചിത്രങ്ങളും ആലേഖനം ചെയ്തു. തുടർന്ന് കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങളും ഫർണിച്ചറുകളും കൈമാറിയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ മടങ്ങിയത്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അപർണയ്ക്ക് ഇനി എഞ്ചിനീയർ ആവാം. സഹായഹസ്തവുമായി തിരുവനന്തപുരം ഹീര കോളേജ്. സ്കൂൾ PTA സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് ഉപരിപഠന സഹായ വിതരണം നടന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണയ്ക്കാണ് ഉപരിപഠനത്തിനായി ഹീര കോളേജ് അധികൃതർ സഹായം വിതരണം ചെയ്തത്. സ്കൂൾ PTAയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ MV ഭരതൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഹജീവികൾക്ക്, സമൂഹത്തിന് നമ്മെ കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും ശേഷിക്കുന്ന സമ്പാദ്യം. അല്ലാതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോയി എന്ന് കവിഞ്ഞ് അല്ലെങ്കിൽ കുറെ സ്വത്തുണ്ടാക്കി അല്ലെങ്കിൽ സ്വന്തമായി പലതും സമ്പാദിച്ചാലും അത് ഈ സമൂഹത്തിന് വേറെ ഗുണമൊന്നുമില്ല. ഡോക്ടർ K. രാജേന്ദ്ര ബാബു ഉപഹാരം നൽകി അനുമോദിച്ചു. P. നാരായണൻ, K. രാജീവൻ, ഡോക്ടർ SM വാസുദേവൻ, BE അനുരാധ, P. പ്രദീപ് കുമാർ, KM അനിൽകുമാർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. MV വിഷ്ണു നമ്പൂതിരി സ്വാഗതവും ബിന്ദു P. നായർ നന്ദിയും പറഞ്ഞു. രുചിയേറും മുരുവിറച്ചിക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ഓരി പുഴയോരങ്ങളിൽ മുരു കിട്ടാനില്ല. കാലാവസ്ഥാ വ്യതിയാനവും മണലെടുപ്പും പുഴയുടെ മലിനീകരണവുമാണ് മുരുവിന്റെ ലഭ്യതക്കുറവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മഴക്കാലമായാൽ പുഴയോരത്തെ കടൽഭിത്തികളിൽ നിന്നും മുരു അടർത്തിയെടുത്ത് അതിൽ നിന്നും ഇറച്ചി പൊളിച്ചെടുത്ത് വരുമാനമാർഗം കണ്ടെത്തുന്ന നിരവധി പേർ ഒരു പുഴയോരത്തുണ്ട്. കക്കയും കല്ലുമ്മക്കായയും പോലെ രുചികരമായ ഇറച്ചിയാണ് മുരുവിൻ്റേത്. അതുകൊണ്ട് തന്നെ വൻകിട ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഇതിനാവശ്യക്കാർ ഏറെയാണ്. ചെറുവള്ളങ്ങളിലെത്തി മുരു അടർത്തിയെടുക്കുന്നതും അത് പൊളിച്ചെടുക്കുന്നതും കൂടുതലായും സ്ത്രീകളാണ്. എന്നാൽ മുരുവിറച്ചി ശേഖരണം തൊഴിലാക്കിയവർ ഇക്കുറി കടുത്ത നിരാശയിലാണ്. ജൂൺ പകുതിയായിട്ടും കാര്യമായി മുരുവിറച്ചി ഇവിടെയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. വർഷങ്ങൾ പിന്നിടുന്തോറും മുരുവിൻ്റെ ലഭ്യത ഗണ്യമായി കുറയുകയാണെന്ന് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ പറയുന്നു. ഉപ്പുവെള്ളത്തിലാണ് മുരുവിൻ്റെ ആവാസ വ്യവസ്ഥ. മാലിന്യം കലരാത്ത വെള്ളത്തിലാണ് ഇവ വളരുക. എന്നാൽ പുഴ വലിയ തോതിൽ മലിനമാകുന്നതിൻ്റെ സൂചനകളാണ് മുരുവിൻ്റെ ലഭ്യതക്കുറവിലൂടെ വ്യക്തമാക്കുന്നതെന്നും തീരദേശങ്ങളിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൻ്റെ ഇറച്ചി പുറത്തേക്ക് കൊണ്ടുവന്ന നാട്ടുകാർ കൊണ്ടുവന്നതാണ്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തിന് 200 250 200 ഇങ്ങനെ ഇപ്പം വാങ്ങുന്നുണ്ട്. വില കൂട്ടിയിട്ടില്ല. മറ്റു സാധനങ്ങൾ വില കൂടുന്നതാണ്, ഇതിന് ഇതുവരെ കൂട്ടിയിട്ടില്ല. ഇനി കൂട്ടാണ്ട് ഒക്കെയില്ല. ഇപ്പം സാധനം ഇല്ല ഇതേടെ. ഇപ്പം അല്ലെങ്കിൽ ഇളയക്കവാരി ജീവിക്കുന്നതാണെങ്കിൽ
ഈ വഴിയിൽ തന്നെ ഒരു 100ഓളം കുടുംബങ്ങൾ വെറും കക്ക കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒന്നുമില്ല. ഇപ്പം പെണ്ണുങ്ങൾക്കെല്ലാം പണിയില്ല. അപ്പോൾ എല്ലാവരും പോയിട്ട് ഇപ്പോൾ എടുത്തിട്ട് 2 കിലോ 1 കിലോ ഇങ്ങനെ കിട്ടുന്നില്ല. മെച്ച് വന്നൊരു 300 രൂപ പണി ഒരാൾക്ക്. ഇതിൻ്റെ ഓർഡർ വർഷമാകുമ്പോൾ നമ്മ എന്താക്കും, ഇത് കൊടുക്കും. ഈ കുമ്മായത്തിന് ഇവർ വരും, വന്നിട്ടാകുമ്പോൾ ഇവർ ഒരു വില പറഞ്ഞിട്ട് കൊടുക്കും. ഒരു വർഷത്തേക്ക് കൊടുക്കുന്നതാണ്. മറ്റ് സാധനങ്ങളൊന്നും കിട്ടാനേ ഇല്ല. പുഴകളിൽ കല്ലുമ്മക്കായ കൃഷി വ്യാപകമായതും മുരുവിൻ്റെ വളർച്ചയെ ബാധിച്ചുവെന്നും ഇവർ പറയുന്നു. ഇളമ്പക്ക, കല്ലുമ്മക്കായ എന്നിവ പോലെ കൃത്യമായ രൂപം മുരുവിനില്ല. പാറക്കെട്ടിൻ്റെ അടിഭാഗത്തിലാണ് ഇവ ധാരാളമായി കണ്ടിരുന്നത്. വൻകിട ഹോട്ടലുകളിലെ ഓയിസ്റ്റർ വിഭാഗത്തിൽ ട്രൂ ഓയിസ്റ്റേഴ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ് മുരു. കക്കയേക്കാൾ കൂടുതലായി കുമ്മായം ലഭിക്കുമെന്നതിനാൽ മുരുവിൻ്റെ തോടിനും ആവശ്യക്കാർ ധാരാളമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ എന്നിവിടങ്ങളിലേക്കാണ് ഓരിയിൽ നിന്നും കൂടുതലായും ഇറച്ചി കൊണ്ടുപോകുന്നത്. പലയിടങ്ങളിലും തട്ടുകടകളിലെയും പ്രധാന വിഭവമാണ് ഇത്. ഏറെ ശ്രമകരമായ ജോലിയാണ് തോടിനുള്ളിൽ നിന്നും ഇറച്ചിയെടുക്കുക എന്നത്. 1 കിലോ ഇറച്ചി പൊളിച്ചെടുത്താൽ 30 രൂപ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നു. 1 കിലോ ഇറച്ചിക്ക് 250 രൂപ വരെ വില ലഭിക്കുകയും ചെയ്തിരുന്നു. പുഴ മലിനീകരണത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടന്നില്ലെങ്കിൽ മുരു ഓരിപ്പുഴയോരിൽ നിന്നും അപ്രത്യക്ഷമായേക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചളിയങ്കോട്ടെ മണ്ണിടിച്ചിൽ തടയുന്നതിന് നടപടി സ്വീകരിക്കാൻ KSTP അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെന്റ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. തലശ്ശേരിയിലേത് അംഗീകരിക്കാനാവാത്ത സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ നടപടിക്കെതിരെ ജനമനസാക്ഷി ഉണരണമെന്നും ചെന്നിത്തല. ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇനി ലൈബ്രറിയും. ലൈബ്രറി മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുട്ടത്തൊടി സഹകരണ ബാങ്ക് തട്ടിപ്പ്. പ്രതികളെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ജലസുരക്ഷയെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത്. നാട്ടുതനിമയെ തിരിച്ചറിഞ്ഞ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.